ഹായ് കൂട്ടുകാരെ, കുറച്ച് ജോലിക്കാരുടെ മണ്ടത്തരങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോറിയിൽ വന്ന കട്ടയെല്ലാം ഇറക്കി വെക്കാൻ പറഞ്ഞു. ജോലിക്കാർ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ഇനി ലോറി എങ്ങനെ കൊണ്ടുപോകും? ലോറിയോട് ചേർന്ന് തന്നെ കട്ടയെല്ലാം ഇറക്കി വെച്ച ജോലിക്കാരുടെ ബുദ്ധി അപാരം തന്നെ. അവർ ലോറി ലോക്കാക്കി. ജോലിക്കാരൻ്റെ അപാര കഴിവ് നോക്കണേ, എത്ര കൃത്യമായിട്ടാണ് ടൈലിൻ്റെ ഗ്യാപ്പ് മുറിച്ചെടുത്തത്. എന്നാൽ അത് വെക്കാൻ നേരത്താണ് ആളുടെ കഴിവ് ശരിക്കും മനസ്സിലായത്. സംഭവം തിരിഞ്ഞു പോയിട്ടുണ്ട്. ടൈല് മുറിച്ചപ്പോൾ ചെറിയൊരു അബദ്ധം സംഭവിച്ച ആശാൻ്റെ ടൈല് പണി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആശാൻ്റെ പണി വ്യത്യസ്തമാണ്. ഓരോ ടൈലായി എടുത്ത് അവിടെ മാത്രം സിമെൻ്റ് ഇട്ട് ഓരോ ടൈല് മാത്രമേ ആശാൻ ഒട്ടിക്കുകയുള്ളൂ. സ്വന്തം വീട് ഒറ്റയ്ക്ക് പണിയുന്ന ചേട്ടനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളരെ കൃത്യമായിട്ടാണ് ചേട്ടൻ ഓരോ പണികളും ചെയ്യുന്നത്. വളരെ കഴിവുള്ള മനുഷ്യനാണ്. കഴിവ് ലേശം കൂടിപ്പോയി. ഇത്രയും കഴിവ് വേണ്ടായിരുന്നു. ഇനി കഴിവെല്ലാം അടങ്ങിയ ആ തലയൂരണമെങ്കിൽ കമ്പെല്ലാം ഊരിയെടുക്കണം. നമ്മുടെ ചേട്ടൻ സ്വന്തം ഷേപ്പിൽ ഒരു ചുമരങ്ങോട്ട് കെട്ടി. ചുമരിൻ്റെ ഷേപ്പും ചേട്ടൻ്റെ ഷേപ്പും ഏകദേശം ഒരേപോലെയാണ്. രണ്ടും വയറ് തള്ളിപ്പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെയുണ്ട്. ഇതൊക്കെയല്ലേ കഴിവ്? നമ്മുടെ ആശാൻ വളരെ ഹാപ്പിയാണ്. കാരണം പുതിയതായി വന്ന ആള് ആശാനൊന്ന് കൈ നീട്ടിയാൽ മതി, അപ്പോൾ തന്നെ അടുത്ത കട്ട ഓരോന്നായി കയ്യിലെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആശാന് പിന്നീടാണ് കാര്യം മനസ്സിലായത്. ആള് ബഹു മിടുക്കനാണ്. ആളുടെ തേപ്പൊന്ന് കാണണം. ഒരു റൂം ഒറ്റയ്ക്ക് നിന്നങ്ങ് തേക്കും. ഒറ്റക്കാലിൽ ഒരേ നിപ്പ് നിന്ന് അരമണിക്കൂർ കൊണ്ട് തേക്കുകയാണ്. ഇനി ഈ കാലും കൂടെ എടുത്ത് അവിടെയും കൂടെ ഒന്ന് തേച്ചാൽ വീട്ടിൽ പോവാം. എന്നാൽ ആ തറയ്ക്ക് ആളെ വിട്ടുപിരിയാൻ മനസ്സുണ്ടായിരുന്നില്ല. ചേർത്തങ്ങ് പിടിച്ചു. നല്ല സ്റ്റൈലായിട്ട് ചുമര് എങ്ങനെ തേക്കാം എന്നാണ് ഈ ചേട്ടൻ നമ്മളെ കാണിച്ചു തരുന്നത്. ഇത് ആരും അനുകരിക്കാൻ നിൽക്കണ്ട, സ്വന്തം റിസ്കിൽ മാത്രം അനുകരിക്കുക. ആളുടെ ആത്മാർത്ഥത നോക്കണം. വീടിന് മുഴുവൻ തേക്കേണ്ട സിമെൻറ്റ് ആ ഒരു ചുമരിൽ തന്നെ തേച്ചിട്ടുണ്ട്. നല്ല ബലം വേണമെന്നാണ് ആള് പറയുന്നത്. വീട് പൊളിക്കാൻ മുതലാളി ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാം പൊളിച്ചെടുക്കാൻ മിടുക്കന്മാരായ 2 ജോലിക്കാരാണ് ഉള്ളത്. ഒരു ചുമര് പൊളിച്ചതേ ഓർമ്മയുള്ളൂ. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരാൾ കമ്പിയിൽ പിടിച്ചു കൊടുക്കുന്നു, മറ്റേയാൾ ചുറ്റിക വെച്ച് അടിക്കുന്നു. അടിക്കുന്നവൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയാൽ എന്താവും? ഇവിടെ വലിയ കമ്പി വെച്ച് അടിച്ച് ചുമര് പൊളിക്കുകയാണ്. കമ്പി പിടിച്ച് ഒരുത്തൻ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അമ്പോ, ഇപ്പോൾ അവൻ്റെ തലയും കൊണ്ട് പോയനെ ചുറ്റിക. ഒരു പൊടിക്ക് വ്യത്യാസത്തിലാണ് തലയിൽ കൊള്ളാതെ പോയത്. വലിയ പണിയൊന്നുമില്ല. ഫ്ലാറ്റിലെ എല്ലാവർക്കും വെള്ളമൊന്ന് തിരിച്ചു കൊടുക്കണം. അതും കേട്ട് കൂട്ടുകാരൻ അവിടെ ജോലിക്ക് ചെന്നതാണ്. അവിടെ ചെന്ന് എല്ലാം കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോഴും അവനൊരു അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പിച്ചിമ്പയും പറയുകയാണ്.